നമസ്കാരം, ഞാൻ ജോബി ചൗന്നുമുണ്ട്. നമ്മളൊക്കെ യാത്രയുടെ ഇടയിൽ പല കാഴ്ചകളും കാണാറുണ്ടല്ലോ. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ പോലും ആരും കാണാത്തൊരു കാഴ്ചയാണ്. ഇതാ കണ്ട മക്കളെ, ഇത്രയും ആളുകളുടെപ്പം ആനയും ഡ്രസ് ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. ഇതെന്ന് നോക്കിയേ, കണ്ട ആനയും ഡ്രസ് ഇട്ട് വരുന്ന ഒരു കാഴ്ച ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവരാണിത് ആനയ്ക്ക് ഷർട്ട് തയ്പ്പിച്ച് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. പേരെന്താ? പേര് രഞ്ജിത്തിനെ. അതായത് ആനയ്ക്ക് മാത്രമുള്ള ഈ കുറെ ആൾക്കാർക്കും നിങ്ങൾ തയ്പ്പിച്ചു കൊടുക്കും. പിന്നെന്താ, ആളുകൾക്ക് തയ്ക്കണോണ്ടല്ലേ നമുക്കൊരു മാർക്കറ്റിംഗ് സെറ്റ് ആവാൻ മാർക്കറ്റിംഗിന്റെ പല ഭാഗങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുന്നത്. ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കാരണം? ഇല്ല, നമ്മള് മാർക്കറ്റിംഗിൽ ഇപ്പൊ പൂരം സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഡ്രസ് കോഡ് ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്ന ടൈമാണ്. അപ്പൊ അതിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക. അതിന് വേണ്ടിട്ട് നമ്മൾ കാണിച്ചൊരു ഐഡിയ ആണ്. ഒരു ആനയ്ക്ക് നമ്മൾ ഷർട്ട് ആനയ്ക്ക് ഷർട്ട് അടിച്ചു കൊടുത്താൽ ലോകത്തിലെ ആദ്യത്തെ ആൾക്കാർ ഇവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവർക്കും തയ്ച്ചു കൊടുക്കും. പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന പരിപാടി ആളുകൾക്ക് തയ്ക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ആനയ്ക്ക് തയ്ക്കണേ മാത്രം. നമ്മള് ആളുകൾക്ക് തയ്ച്ചു തുടങ്ങിയിട്ട് ഒരു 15 ഒരുപാട് ഉത്സവങ്ങളും പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ പരിപാടി? നിങ്ങൾക്ക് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ട്. ഒരു 50 മിഷനുള്ള യൂണിറ്റ് ഉണ്ട്. ഷർട്ട് ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ തന്നെയാണ്. ടീഷർട്ട് ചെയ്യുന്നത് നമുക്ക് തിരുപ്പൂരുള്ള യൂണിറ്റിലാണ്. നമുക്ക് സ്വന്തമായിട്ട് തൃശ്ശൂര് ഷോപ്പുണ്ട്. മെയിൻ ആയിട്ട് ഹോൾസെയിലേഴ്സ് ആണ്. യുണൈറ്റഡ് ക്ലോത്തിങ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ദുബായില് ഹോൾസെയിൽ ഷോറൂം ഉണ്ട്, കേരളത്തിൽ മൊത്തം സപ്ലൈ ഉണ്ട്, തൃശ്ശൂർ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ ടീമാണ് നമ്മൾ. ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം എന്താ? മാർക്കറ്റിംഗ് വേറെ പല തന്ത്രങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു തന്ത്രമാണ് അല്ലേ? എല്ലാരും ഇതൊക്കെ എല്ലാരും അടിപൊളി അടിപൊളി. അപ്പൊ സംഭവം എടുക്കാച്ചാണ് ഇവിടെ ചേട്ടന്മാര് പൊളിയാണ് അവിടെ. ജോബി ചേട്ടാ, ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് വേണം. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എല്ലാ തരത്തിലുള്ള യൂണിറ്റുകളുണ്ട്. ഇപ്പൊ ടീഷർട്ടിന്റെ ഉണ്ട്, ഷർട്ടിന്റെ ഉണ്ട്, ട്രാക്ക്, അങ്ങനെ എല്ലാത്തിന്റെ യൂണിറ്റുകളുണ്ട്. പിന്നല്ലാണ്ട് നമ്മളെ വിളിക്കാം. ഇപ്പൊ ഡ്രസ് കോഡ്, ഇപ്പൊ പൂരം, പെരുന്നാള്, കല്യാണം, വർക്കുകൾ ഏതായിക്കോട്ടെ, നമ്മൾ ആനയ്ക്ക് വരെ ഷർട്ട് അടിച്ചു കൊടുത്തേക്കണേ. ആനയ്ക്ക് വരെ ഷർട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ ആർക്കാണെങ്കിലും ചെയ്തോടെ. പിന്നല്ലാണ്ട് ഇത് മറ്റേ ഏരിയമംഗലം ശശിയുടെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്ന കുമ്പാര സമിതിയുടെ ഒരു ടീമിന്റെ ഓർഡറാണ്. ഇവിടെ വേറെയും ടീമുകൾക്ക് നമുക്ക് ഓർഡർ ഉണ്ട്. നമ്മൾ ഇവർക്കാണ് ആനനെ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത്. ഇവരുടെ ഡ്രസ് കോഡ് ഒന്ന് കളർഫുൾ ആണ്, പെട്ടെന്ന് അട്രാക്ട് ചെയ്യണ ഒറ്റ ദിവസം കൊണ്ട് ചെയ്താണ്. 20 മീറ്റർ അതിനുള്ളിൽ സാധനം സെറ്റ് ആയി. ഒരു ആനയുടെ അത്ര വലിപ്പമുള്ളത് തന്നെയാണ്. ശരിക്കും വലിയൊരു ആനയുടെ സൈസ് ഉണ്ട്. 10 അടി ഹൈറ്റുള്ള ആനയാണ്. അതിന് വരെ നമ്മൾ നല്ല രസമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ ഇവര് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരായിട്ട് ബന്ധപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് പള്ളിപ്പെരുന്നാള്, എന്താ പറയാ, കല്യാണങ്ങള്, എന്ത് പരിപാടി ആയിക്കോട്ടെ, ഡ്രസ് കോഡ് ആയിട്ട് നിങ്ങൾക്ക് യൂണിഫോം തയ്ച്ചു. ഇനി ഇത് മാത്രല്ല, നമുക്കൊരു സ്കൂളിന്റെ ഓർഡർ, സ്കൂളിലെ യൂണിഫോം ഓർഡർ വേണം, കോർപ്പറേറ്റ് ഓർഡർ വേണം, ഒരു കടകളിലെ എല്ലാവർക്കുള്ള യൂണിഫോം വേണം, ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ യൂണിഫോം വേണം. അങ്ങനെ ചാർജ് കണ്ടാൽ തന്നെ അറിയാം ഇവര് അടിച്ച് പൊളിക്കട്ടെ. നാളത്തെ ചിലപ്പോ ഇവിടുത്തെ നമ്പർ 1 ബിസിനസ് ഞങ്ങളൊരു 10-15 വർഷമായിട്ട് ഈ ഫീൽഡിലെ ആൾക്കാരാണ്. നമ്മളിപ്പോ മാർക്കറ്റിംഗിന്റെ രീതി മാറിയപ്പോ പിടിച്ചിട്ടുള്ള ഓരോരോ ഐഡിയകൾ കൊണ്ടുവന്ന് നടത്തറയിലാണ്. എന്റെ വീടിന്റെ അവിടെ കുറച്ചുള്ളൂ. പല യാത്രകളും നമ്മൾ കാണാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോ അതൊന്നും നിങ്ങളിവിടെ നിന്ന് കാണിക്കാൻ വേണ്ടിട്ട് ആനയ്ക്ക് ഷർട്ട് അടിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ആൾക്കാരാണ് അല്ലേ? അതെ, നമ്മളറിയില്ല, നമ്മളാണ് വേറെ ആർക്കും അടിച്ചെടുത്തില്ല. നമുക്കറിയില്ല. സന്തോഷിച്ചപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.